സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇന്ത്യയുടെ ജനസംഖ്യ എന്ന് പറയുന്നത് 2024 140 കോടിയാണ്. ഇതിൽ 110 കോടിയോളം ഹിന്ദു മതവിശ്വാസികളാണ്, 20 കോടിയോളം മുസ്ലിം മതവിശ്വാസികൾ, 3 കോടിയോളം ക്രിസ്തീയ മതവിശ്വാസികൾ, ബാക്കി 7 കോടിയോളം ബുദ്ധമതവിശ്വാസികളും ജൈനമതവിശ്വാസികളും സിഖ് മതവിശ്വാസികളും മറ്റ് ഇതര മതവിശ്വാസികളും കൂടി ചേർന്നതാണ്. നമ്മുടെ 140 കോടി ജനങ്ങളും അടയ്ക്കുന്ന നികുതിപ്പണം ആണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വരുമാനമെന്ന് പറയുന്നത്. അത് GST ആയിട്ട് 28% വരെയും, കൂടാതെ ഇൻകം ടാക്സ് ആയിട്ടും വൈദ്യുതി ചാർജായിട്ട്, വെള്ളക്കരമായിട്ട്, ഭൂനികുതിയായിട്ട്, വീട്ടുകരമായിട്ട്, സ്റ്റാമ്പ് ഡ്യൂട്ടികളായിട്ട്, സേവന നികുതികളായിട്ട് സർക്കാർ നമ്മളിൽ നിന്നും കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ കൊള്ള ചെയ്യുന്ന, നമ്മുടെ സ്വത്തുക്കൾ നമ്മളിൽ നിന്നും കവർന്നെടുക്കുന്നത് ഇപ്പോൾ മോദിജി പരാമർശിച്ചതുപോലെ 20 കോടി വരുന്ന മുസ്ലിം ജനസംഖ്യയല്ല, മറിച്ച് ഭരണത്തിലിരിക്കുന്ന കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളുമാണ്. അവർ നടത്തുന്ന അഴിമതി മൂലമാണ് അവർ തങ്ങളുടെ പാർശ്വവർത്തികൾക്ക്, ശതകോടീശ്വരന്മാർക്ക് വേണ്ടി ജനങ്ങളെ കൊള്ളയടിക്കുന്നത് കൊണ്ടാണ് ഇത്രയും ഭീമമായ നികുതി നമ്മളിൽ നിന്നും കവർച്ച ചെയ്യപ്പെടുന്നത്. ഇതാണ് യഥാർത്ഥ പിടിച്ചുപറി. ശരിക്കും അഴിമതി ഇല്ലാതാക്കിയാൽ, നികുതി ചോർച്ച നടന്നാൽ, വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തുന്നതിൻ്റെ 1/3 ചിലവിൽ നടപ്പാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ അതിന് പകരമായിട്ട് ഇലക്ട്രൽ ബോണ്ട് പോലെയുള്ള അഴിമതിപ്പണം ശതകോടീശ്വരന്മാരിൽ നിന്നും, വിവാദ വ്യവസായികളിൽ നിന്നും കൈപ്പറ്റിക്കൊണ്ട്, മരുന്ന് കമ്പനികളിൽ നിന്ന് കൈപ്പറ്റിക്കൊണ്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് BJP സർക്കാർ, മോദി സർക്കാർ നമ്മെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളിൽ നിന്നും വാങ്ങുന്ന നികുതിപ്പണം സർക്കാരിൻ്റെ ഖജനാവിലെത്തിച്ച് അത് അംബാനിയുടെയും അദാനിയുടെയും, അതേപോലെ തന്നെ ഗുജറാത്തികളായ 21ഓളം വരുന്ന മോദി അനുകൂലികളായ ശതകോടീശ്വരന്മാരുടെയും ബാങ്ക് അക്കൗണ്ടിൽ എത്തിക്കുന്ന ഒരു ഭരണം മാത്രമാണ് BJP സർക്കാർ കഴിഞ്ഞ 10 വർഷമായി ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭരണത്തിന് അറുതി വരുത്തിയാൽ മാത്രമേ നികുതിപ്പണം അഴിമതി തടഞ്ഞ് ആം ആദ്മി പാർട്ടി സർക്കാർ ഡൽഹിയിലും പഞ്ചാബിലും ചെയ്യുന്നത് പോലെ ജനസേവനപരമായ പദ്ധതികളിലൂടെ, സൗജന്യ വിദ്യാഭ്യാസത്തിലൂടെ, സൗജന്യ ചികിത്സയിലൂടെ, സൗജന്യ വൈദ്യുതിയിലൂടെ ജനങ്ങളിലേക്ക് തിരികെ എത്തും. ഇത്തരത്തിലുള്ള ഒരു ഭരണമാറ്റത്തിന് വേണ്ടിയാണ് ഈ ലോകസഭ ഇലക്ഷനിൽ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി ഏറ്റവും വലിയ നികുതി കൊള്ളക്കാരായ, അഴിമതിക്കാരായ BJPക്കെതിരെ ഒരുമിച്ചിരിക്കുന്നതും പോരാടിക്കൊണ്ടിരിക്കുന്നതും. ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഈ അഴിമതിക്കാരായ BJPയെ ഇല്ലാതാക്കുവാനായിട്ട്
അവർ ഒരു സംസ്ഥാനത്തിൽ അധികാരത്തിൽ വരാതിരിക്കുവാനായിട്ട്, അവർ മാത്രമല്ല അഴിമതി നടത്തുന്ന ഒരു രാഷ്ട്രീയ നേതാവും തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്താതിരിക്കുവാനായിട്ട് ഈ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു വിശ്വാസികളും മുസ്ലിം വിശ്വാസികളും മറ്റിതര മതവിശ്വാസികളും ഒരുമിച്ച് തന്നെ പോരാടണം. അതിനായി നമ്മുടെ മതവിശ്വാസമൊക്കെ മാറ്റിവെച്ചിട്ട്, നമ്മുടെ വ്യത്യസ്തമായ രാഷ്ട്രീയ ചിന്താഗതികൾ മാറ്റിവെച്ചിട്ട് അഴിമതിക്കെതിരെ സത്യത്തിൻ്റെ കൂടെ നിൽക്കുവാനായിട്ട് ന്യൂനപക്ഷത്തിൻ്റെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും ഉന്നമനത്തിന് വേണ്ടി ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുവാനായിട്ട്, വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാനായിട്ട്, ഇന്ത്യയിലുള്ള എല്ലാ ഗ്രാമങ്ങളിലെയും എല്ലാ കുട്ടികൾക്കും സൗജന്യ വിദ്യാഭ്യാസം എത്തിച്ചുകൊണ്ട് അവരെ രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനത്തിൽ പങ്കുകാരാക്കുവാനായിട്ട് നമുക്ക് ഒരുമിക്കാം. അതിനായി നമ്മുടെ സമ്പത്തും സമയവും കഴിവും പറ്റുന്നതുപോലെ മാറ്റിവെക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ജയ് ആം ആദ്മി പാർട്ടി, ജയ് ജയ് അരവിന്ദ് കെജ്രിവാൾ, ഭാരത് മാതാ കി ജയ്. താങ്ക് യു.